അധ്യായം 13. കീർത്തിയെ ഇക്കാര്യം പലകുറി വിഷമിപ്പിച്ചു. ഓരോ സ്റ്റെപ്പും മുന്നോട്ടേക്ക് വെക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കാര്യത്തിൽ നിന്നും അകന്നു പോകുന്നത് ഇതാദ്യമല്ല. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ. പദ്ധതി തയ്യാറാക്കി അവസരത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴും വരുൺ 1-2 ആഴ്ചത്തേക്ക് പോവുകയായിരുന്നു. വലിയ പ്ലാൻ പരാജയപ്പെട്ടാൽ എന്താ, ചെറിയ പ്ലാൻസ് വെച്ചായാലും ബന്ധം പതുക്കെ വലുതാക്കാൻ കഴിയും. നാളെ പോകുന്നല്ലേ പറഞ്ഞേ, അപ്പോ ഇന്ന് സമയമുണ്ട്. ആ ചിന്തയിൽ കീർത്തിയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ സഞ്ജുവും വരുണും സംസാരിച്ചിരിക്കുന്ന ഹാളിലേക്ക് ഓടിയെങ്കിലും പെട്ടെന്ന് അവരുടെ സംസാരം കേട്ടതും ഒന്ന് നിന്നു. ആരും അറിയാതെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കും. അല്ല, ഇത്രയും കാലം നമ്മൾ ഇത് തന്നെയല്ലേ ചെയ്തത്, എന്നിട്ട് ആരെങ്കിലും അറിഞ്ഞോ? ഇവരിത് എന്തിനെ പറ്റിയാ പറയുന്നത്? അവർ പറഞ്ഞതിനെ കുറിച്ച് മനസ്സിലായില്ലെങ്കിലും സീരിയസ് ആയ എന്തോ ആണെന്ന് ചിന്തിച്ച് കീർത്തി അവിടെ നിന്നും മാറാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുന്നേ സഞ്ജു അവളെ കണ്ടിരുന്നു. ഏയ് മാഡം, എന്തു പറ്റി? എന്തെങ്കിലും വേണോ? കീർത്തി തങ്ങൾ പറഞ്ഞത് വല്ലതും കേട്ടോ എന്നുള്ള ചെറിയ പേടി മനസ്സിൽ ഒളിപ്പിച്ച് സഞ്ജു കീർത്തിയോട് ചോദിച്ചു. പറഞ്ഞു തീർന്നതും വരുണിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം ഹാളിൽ പ്രതിധ്വനിച്ചു. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഓടിച്ചാടി വരാതെ ഡോറിൽ തട്ടാൻ ശ്രദ്ധിക്കണം. കീപ് യുവർ മാനേഴ്സ്. വരുണിന്റെ വാക്കുകൾ കേട്ട് കീർത്തിക്കും തന്റെ ആവശ്യം അവൻ അനുസരിക്കുമോ എന്ന ചിന്തയിൽ ഒരല്പം ഭയം തോന്നാതിരുന്നില്ല. കാരണം മുന്നേ ഒരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. വരുണിന്റെ അടുത്തേക്ക് അവന്റെ അനുമതി ഇല്ലാതെ പോകാൻ ആർക്കും അനുവാദമില്ലായിരുന്നു. അത് പിന്നെ ഞാൻ എന്താ, തനിക്ക് ഇവിടെ എന്തെങ്കിലും അത്യാവശ്യ ജോലിയുണ്ടോ? ഏയ് അങ്ങനല്ല, നിങ്ങൾ എപ്പോഴാ പോണേ അതറിയാൻ വേണ്ടിയായിരുന്നു. നാളെ മോർണിംഗ്. അതെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്ത് റിക്വസ്റ്റ്? വരുൺ അതിശയത്തോടെ ചോദിച്ചു. അവന്റെ അടുത്തിരുന്ന സഞ്ജുവിന്റെ മുഖത്തും ഒരു ചോദ്യഭാവം നിറഞ്ഞിരുന്നു. നാളെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ചൊരു മൂവിക്ക് പോയാലോ? കീർത്തി ഭയത്തോടെയാണ് ചോദിച്ചത്. കാരണം വരുണിന്റെ മൗനത്തിന് പിന്നിൽ എപ്പോഴും ഒരു ഭീകരത ഉണ്ടായിരുന്നു. പക്ഷേ അതോടെ കീർത്തി ഒന്നും കേട്ടിട്ടില്ലെന്ന തിരിച്ചറിവ് മറ്റു രണ്ടുപേരിലും ആശ്വാസം നിറച്ചു. വരുൺ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും സഞ്ജു പൊട്ടിച്ചിരിച്ചു. കാരണം കീർത്തിയുടെ ഈ ആഗ്രഹത്തിന് മേലെ അവൻ സമ്മതം മൂളില്ലെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. കുട്ടിക്കാലത്ത് എപ്പോഴോ മാതാപിതാക്കൾക്കൊപ്പമാണ് അവൻ അവസാനമായി സിനിമ കണ്ടതുപോലും. ഇതെന്തൊരു മനുഷ്യനാ, ഒരു സിനിമയല്ലേ ചോദിച്ചോളൂ, ഒന്ന് സമ്മതിച്ചൂടെ? ഞാൻ വലിയ തമാശ പറഞ്ഞതുപോലെ ചിരിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. സമ്മതിച്ചു, പക്ഷെ നിനക്ക് ഏത് മൂവി കാണണമെങ്കിലും വീട്ടിലിരുന്ന് കാണും, പുറത്തു പോകാൻ പറ്റും. വരുൺ പറഞ്ഞതും സഞ്ജുവിന്റെ ചിരി സ്വിച്ച് ഇട്ട പോലെ നിന്നു. എന്റെ ദൈവമേ, എന്താ ഈ സംഭവിക്കുന്നത്? അവൻ ഇതിന് സമ്മതിച്ചോ? അതും ഒരു മൂവി. ഈ പെണ്ണിതിപനെ നന്നായി മാറ്റാൻ നോക്കുന്നുണ്ടല്ലോ. അല്ല, മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കണ്ടീഷൻ എനിക്ക് ഓക്കെയാ. പക്ഷെ രാത്രി ഒരുപാട് വൈകി സിനിമ കാണാൻ എനിക്ക് പറ്റില്ല. നാളെ രാവിലെ പോകേണ്ടതാ. സോ അത് വെച്ച് നീ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തോ? അതും പറഞ്ഞ് വരുൺ പഠനമുറി ലക്ഷ്യമാക്കി പടികൾ കയറി. സഞ്ജു കീർത്തിക്ക് മുന്നിലായി വന്നു നിന്നു. അപ്പോ മാഡം ഏത് മൂവിയാണെന്ന് ഡിസൈഡ് ചെയ്തോ? ഫീൽ ഗുഡ് മൂവീസ് ആയാലോ? കോമഡി ഒക്കെ ഉള്ള ടൈപ്പ്? കൊള്ളില്ല, വരുണിന് ഇഷ്ടാവാൻ ചാൻസേ ഇല്ല. പക്ഷെ സഞ്ജുട്ടാ, വരുണിനെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സിനിമകളൊന്നും ഇറങ്ങുന്നില്ല. അപ്പോ ഈ ടൈപ്പ് മൂവി കണ്ടാൽ എന്താ കുഴപ്പം? ഞാൻ മാഡത്തെ ഹെൽപ്പ് ചെയ്തതല്ലേ, അവന്റെ ഇഷ്ടം പറഞ്ഞേ ഉള്ളൂ. ഈ കാര്യത്തിൽ തൽക്കാലം താൻ എന്നെ ഹെൽപ്പ് ചെയ്യണ്ട. പകരം പോയി റൂമിൽ വലിയ സ്ക്രീൻ സെറ്റ് ചെയ്താൽ മതി. പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസും മറക്കണ്ട. കീർത്തി പറഞ്ഞതും അവളെ ഒന്ന് തുറിച്ചു നോക്കി സഞ്ജു അവിടെ നിന്നും പോയി. കീർത്തി തന്റെ പദ്ധതിയിൽ വളരെയധികം ആവേശത്തിലായിരുന്നു. അവനെ ഒരിക്കലെങ്കിലും ചിരിച്ചു കണ്ടാൽ മതിയായിരുന്നു അവൾക്ക്. പക്ഷെ മറുപുറത്ത് വരുൺ വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ തന്റെ പഠനമുറിയിൽ ആ പകൽ മുഴുവൻ ചെലവഴിച്ചു. പ്ലാൻ പ്രകാരം രാത്രി 8:15 ഫിലിം. ആ സമയം അടുപ്പിച്ച് കീർത്തി ഫ്രഷ് ആയി വന്ന് വരുണിനെ റൂമിൽ കാത്തിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ വരുൺ യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ലാതെ ബെഡിൽ സ്ഥാനം പിടിച്ചിരുന്നു. സഞ്ജുവിന്റെ ക്രമീകരണത്തിൽ കീർത്തി വളരെ സന്തോഷത്തിലായിരുന്നു. വലിയ സ്ക്രീനും കഴിക്കാനുള്ള പോപ്കോണും സ്നാക്സും എല്ലാം ഒരു സിനിമാ തിയേറ്ററിനെ വെല്ലും വിധത്തിൽ തന്നെയായിരുന്നു. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മൂവിയാണെന്ന് കീർത്തിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് അവൾ അറിഞ്ഞതാണ്. മൂവിയുടെ ഓരോ സീൻസും കടന്നു പോയിക്കൊണ്ടിരിക്കെ കൂടുതൽ സമയവും അവൾ ചിരിച്ചു. വൈകാരികമായ ചില നിമിഷങ്ങളിൽ അവൾക്ക് സങ്കടം വന്നു. പക്ഷേ ഇതിനിടയിൽ വരുണിനെ ശ്രദ്ധിക്കണമെന്ന കാര്യം പോലും അവൾ മറന്നുപോയിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ അവൾക്ക് ബോധം വന്നു. അവൾ യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതിരിക്കുന്ന വരുണിനെ നോക്കി. വരുൺ, ഇത്രയും കോമഡിയുള്ള പടം കണ്ടിട്ടും താനിങ്ങനെ ഏറ് പിടിച്ചിരിക്കുന്ന കാണുമ്പോ ഒരല്പം വിയേർഡായി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
നീ മൂവിയെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷെ നമ്മുടെ തമ്മിലുള്ള എഗ്രിമെന്റ് മറന്ന് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നീ പഠിപ്പിക്കണ്ട. വരുണിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം ആ റൂമിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി. എന്ത് പറഞ്ഞാൽ ഈ കോൺട്രാക്ട് പേപ്പറിന്റെ കാര്യത്തെ കുറിച്ച് ഇയാൾ നിന്ന് സംസാരിക്കുന്നത്? ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഇയാൾ ഒരു സാധാരണ മനുഷ്യന്മാരെ പോലെ പെരുമാറുന്നത് കാണാൻ വേണ്ടിയല്ലേ? പേടി കൊണ്ട് അവനുള്ള മറുപടി നൽകാതെ കീർത്തി മനസ്സിൽ ദേഷ്യത്തോടെ ചിന്തിച്ചു. അതൊന്നും അറിയാതെ വരുൺ വീണ്ടും സിനിമ കാണാൻ തുടങ്ങിയിരുന്നു. അല്ലെങ്കിലും ഈ മനുഷ്യനോട് തല്ല് പിടിച്ചിട്ട് എന്താ കാര്യം? മനുഷ്യന്മാരായ കരയേണ്ടതിന് കരയണം, ചിരിക്കേണ്ടതിന് ചിരിക്കണം. ഇതൊരുമാതിരി. എന്റെ ദൈവമേ, എന്റെ ആഗ്രഹം ഒന്ന് നടത്തി തരൂ. ഇയാളുടെ വികാരങ്ങളെ ബ്ലോക്ക് ചെയ്ത് തടഞ്ഞു വെച്ചതാണെങ്കിൽ ഒന്ന് പുറത്തേക്കെടുത്ത് കള പ്ലീസ്. അവൾ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചെങ്കിലും ദൈവം അവളെ കേട്ടില്ല. എല്ലാവരെയും ചിരിപ്പിക്കുന്ന കോമഡി കഥാപാത്രങ്ങൾക്ക് വരുണിനെ മാത്രം ചിരിപ്പിക്കാനായില്ല. സിനിമയുടെ ആദ്യം മുതൽ ഒടുക്കം വരെ ചിരിച്ചിരുന്നവൾ സിനിമ കഴിഞ്ഞപ്പോഴേക്കും ആ തിരിച്ചറിവിൽ സങ്കടത്തിലായി. ഇതാണോ നീ പറഞ്ഞ കോമഡി? ഈ സിനിമയിൽ കുറെ സ്റ്റുപ്പിഡ് ജോക്സ് മാത്രമേ ഉള്ളല്ലോ. സാധാരണ ആൾക്കാർക്കൊക്കെ ചിരിക്കാനുള്ളത് ഇതിലുണ്ട്. നിങ്ങൾ അതിനൊരു വിചിത്ര ജീവിയല്ലേ. ഇതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഉറങ്ങായിരുന്നു. അവളുടെ വാക്കുകൾക്ക് മറുപടി നൽകാതെ വരുൺ പറഞ്ഞതും ബെഡിൽ പരന്നു കിടക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് കീർത്തി പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് കണ്ടെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്താലും അയാൾക്ക് ഇഷ്ടാവില്ല. എന്ത് കാര്യം കാണിച്ചാലും അത് വർക്കാവേയില്ല. സാധാരണക്കാരിയായ എന്റെ സിലബസിൽ എന്തിനാ ദൈവമേ വരുൺ എന്ന വിഷയമൊക്കെ എഴുതി ചേർത്തത്? ഈ വിഷയം പഠിക്കാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? വെറും 23-24 വയസ്സ് മാത്രമുള്ള കീർത്തി തന്റെ ജീവിതത്തോട് പോരാടുകയായിരുന്നു. ആദ്യം തന്റെ മാതാപിതാക്കളുടെ മരണം, പിന്നെ സഹോദരന്റെ രോഗാവസ്ഥ. ഇതെല്ലാം ഇത്ര ചെറുപ്പത്തിലെ അവളെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരുന്നു. അതിനിടയിലാണ് കല്ലുകടി പോലെ വരുൺ എന്ന ആളുകൂടി. അവസാനിക്കാത്ത കുറെ ചിന്തകളോടെ കീർത്തി ആ രാത്രി മുഴുവൻ ടെറസിൽ നിന്നു. പിന്നെ ആ ആഴത്തിലുള്ള ആലോചനകളിൽ നിന്ന് അവൾ ഉണർന്നത് പോലും രാവിലെ ജോലിക്കാർ വരുന്നത് കണ്ടപ്പോഴായിരുന്നു. അയ്യോ, രാവിലെ ആയോ? വരുണ് നേരത്തെ പോണെന്ന് പറഞ്ഞതാണല്ലോ. വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് സെറ്റ് ചെയ്യാം. എന്തൊക്കെ സംഭവിച്ചാലും ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. അതിൽ ആർക്കും മാറ്റം വരുത്താൻ കഴിയില്ല. മറുവശത്ത് പോകാൻ ഒരുങ്ങുന്നതിനിടയിൽ വരുൺ സ്വയം അവനെ ബോധവൽക്കരിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ കീർത്തി അടുത്ത പ്ലാൻ മനസ്സിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് കാര്യമായ പണിയിലാണ്. ദോശയും ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും എല്ലാം അവൾ സെർവന്റിന്റെ സഹായത്തോടെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ വരുണിനെ വിളിക്കാനായി റൂമിലേക്ക് പോകുമ്പോൾ ബെഡിൽ അവനെ കണ്ടില്ല. പകരം ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ മതി ട്ടോ. ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേ? വരുൺ ഉള്ളിൽ നിന്നും മറുപടി പോലെ വിളിച്ചു ചോദിച്ചു. ആ ചോദ്യത്തിൽ കീർത്തി ഒന്ന് ഞെട്ടി. ഉറങ്ങിയല്ലോ, ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നു. ഓ സീരിയസ്ലി? ഈ അടുത്ത റൂം എപ്പോഴാ ടെറസിലേക്ക് മാറ്റിയേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൻ പരിഹാസത്തോടെ ചോദിച്ചെങ്കിലും കീർത്തി മറുപടി നൽകിയില്ല. ഒരുപക്ഷെ താൻ ടെറസിൽ നിൽക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതൊക്കെ വിട്, ഇപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകാവൂ. അതും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് തന്നെ നടന്നു. ഉണ്ടാക്കി വെച്ച ഭക്ഷണ സാധനങ്ങൾ ചൂടില്ലേ എന്ന് ഉറപ്പുവരുത്തി. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിന് ചൂട് വേണമെന്ന് വരുണിന് നിർബന്ധമുള്ളത് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾ മനസ്സിലാക്കിയിരുന്നു. ആ സമയത്താണ് സഞ്ജു ഓടിപ്പിടിച്ച് അകത്തേക്ക് വന്നത്. വരുൺ സാർ എവിടെ? എന്തു പറ്റി സഞ്ജു? വരുൺ സാർ എവിടെയാണെന്ന് ആദ്യം പറയേ. വരുൺ കുളിക്കാ, ഇപ്പൊ വരും. കാര്യം എന്താണെങ്കിൽ എന്നോട് പറ. കീർത്തി പറഞ്ഞതും അവളെ നോക്കി എന്നല്ലാതെ സഞ്ജു മറുപടി നൽകിയില്ല. അവൾക്ക് അത്ഭുതം തോന്നി. ഇത്രയും ദിവസം വരുണിനെ പേടിച്ചാൽ മതിയായിരുന്നു. ഇയാൾക്ക് ഇതെന്തു പറ്റി? എന്നോട് പറയാൻ മാത്രം പറ്റാത്ത കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്നാ കാര്യം പറയണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ. ഒരു പ്ലേറ്റ് എടുത്ത് സഞ്ജുവിന് മുൻപിൽ വെച്ചുകൊണ്ട് കീർത്തി പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാതെ അവന്റെ ശ്രദ്ധ മുഴുവൻ പടിക്കെട്ടിലേക്കായിരുന്നു. വരുൺ എത്രയും പെട്ടെന്ന് വരാൻ അയാൾക്കുള്ളിൽ തിടുക്കം നിറഞ്ഞു. ശരിക്കും എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഒരു 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത എന്ത് പ്രശ്നമാണാവോ? ഓ, എന്തെങ്കിലും ആവട്ടെ, ഇവരെ പറ്റി ചിന്തിച്ച് എനിക്ക് വട്ടാവേ ഉള്ളൂ. അവൾ അതും ചിന്തിച്ചുകൊണ്ട് പ്ലേറ്റ് എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. സഞ്ജു അപ്പോഴും കിതപ്പോടെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് വരുൺ വരുന്നത് കണ്ടത്. ഒരു നിമിഷം പോലും കാക്കാതെ അവൻ വരുണിന്റെ അരികിലേക്ക് ഓടി. സർ, ഫ്ലൈറ്റിന് ഇനി 2 മണിക്കൂർ കൂടിയേ ഉള്ളൂന്ന് അറിയാം. പക്ഷെ അതിനു മുൻപ് നമുക്കിപ്പോ തന്നെ ലാബിലേക്ക് ഒന്ന് പോണം. പറഞ്ഞ സാധനം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു.
സമയത്തിന് എത്തിയില്ലെങ്കിൽ നമുക്കത് കിട്ടില്ല. എന്നാ വൈകണ്ട, നമുക്ക് പോവാം. അതും പറഞ്ഞ് വരുൺ സഞ്ജുവിനൊപ്പം മുന്നോട്ട് നടന്നു. ഡ്രൈവർ, വണ്ടി വേഗം എടുക്ക്. സഞ്ജു ഇടയിൽ തിടുക്കത്തിൽ ഡ്രൈവറെ നോക്കി പറഞ്ഞതും കീർത്തി അമ്പരപ്പോടെ എഴുന്നേറ്റു. വരുൺ, ഭക്ഷണം കഴിച്ചിട്ട് പോ, 5 മിനിറ്റല്ലേ വേണ്ടൂ, കീർത്തി പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. പക്ഷെ അവളെ ശ്രദ്ധിക്കാതെ സഞ്ജുവിനോട് എന്തൊക്കെയോ സംസാരിച്ച് വരുൺ മുന്നോട്ടേക്ക് നടന്നു. വരുൺ പ്ലീസ്, കഴിച്ചിട്ട് പോ. നീ നിന്റെ പണിയെടുത്താ മതി, എന്നെ കഴിപ്പിക്കാൻ നോക്കണ്ട. അവൾക്ക് മറുപടിയായി വരുൺ ഉച്ചത്തിൽ പറഞ്ഞതും അവിടെയുള്ള ജോലിക്കാരെല്ലാം ആ ശബ്ദത്തിൽ ഭയന്നു. കീർത്തി പക്ഷെ ആ സംസാരം ശ്രദ്ധിക്കാതെ വരുണിന്റെ അരികിലേക്ക് നടന്നു. സഞ്ജുവിന് ഭയം തോന്നി. ഈ കുട്ടി എന്തിനാ ആവശ്യമില്ലാത്ത പണിയെടുക്കാൻ നോക്കുന്നേ? ഒന്നുമില്ലെങ്കിൽ ഇവൾക്ക് ഇത്രയും നാളായിട്ടും വരുണിനെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ മനഃപൂർവ്വം അവനെ കളിയാക്കുന്നതായിരിക്കും. സഞ്ജു മനസ്സിൽ ചിന്തിച്ചു. അവൾ എന്തിനാണ് തനിക്കരികിലേക്ക് വരുന്നതെന്ന് വരുണിനും മനസ്സിലായിരുന്നില്ല. അതിനിടയിൽ കീർത്തി അവന് മുൻപിലായി വന്ന് നിന്നുകൊണ്ട് പെരുവിരലിൽ ഒന്നുയർന്നു. അവൾ ഇതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ച നിമിഷം തന്നെ വരുണിന്റെ മൂക്കിൻ തുമ്പിൽ കീർത്തിയുടെ അധരങ്ങൾ അമർന്നിരുന്നു. സത്യത്തിൽ അവൾ അവന്റെ നെറ്റിയിലാണ് ചുംബിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇരുവരും തമ്മിലുള്ള ഉയര വ്യത്യാസം കാരണം മൂക്കിൽ ഉമ്മ വെക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. കുറച്ചു മുന്നേ വരുൺ ചീത്ത വിളിച്ച പെൺകുട്ടി അവനെ ഉമ്മ വെച്ചിരിക്കുന്നു എന്ന് ആലോചിച്ചപ്പോൾ അവനും സഞ്ജുവും ഒരുപോലെ ആശ്ചര്യപ്പെട്ടു. ഒപ്പം മനസ്സിൽ നിറഞ്ഞ വിചിത്രമായ വികാരങ്ങളിൽ വരുണിന് കീർത്തിയെ വഴക്ക് പറഞ്ഞതിൽ ചെറിയൊരു വിഷമം തോന്നി. സംഭവിച്ച കാര്യങ്ങളൊക്കെയും ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനിടയിൽ കാറിന്റെ ഹോൺ മുഴങ്ങിയിരുന്നു. പിന്നെ അവനൊന്നും പറയാതെ അപ്പോൾ തന്നെ കാറിലേക്ക് കയറി. അകന്നു പോകുന്ന കാറിനെ നോക്കി നിൽക്കുമ്പോൾ കീർത്തിയുടെയും മിഴികളിൽ ചെറിയ നനവ് പടർന്നിരുന്നു. അവൾ തിടുക്കത്തിൽ അകത്തേക്ക് കയറി ഡൈനിങ് ടേബിളിനും മുകളിൽ മുഖം അമർത്തി കണ്ണടച്ചു കിടന്നു. ഇതേ സമയം കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ വരുൺ ഒരു പോസ്റ്റ്മോർട്ടം ലാബിന് മുൻപിൽ എത്തിയിരുന്നു. അവിടെ ഒരു മനുഷ്യൻ കനമുള്ള 2 ബാഗുകളുമായി മാസ്ക് ധരിച്ചു നിൽക്കുന്നുണ്ട്. സഞ്ജു പുറത്തേക്കിറങ്ങി അയാൾക്കുള്ള പണം നൽകി. പകരമായി കൈമാറ്റം ചെയ്യപ്പെട്ട ബാഗുകൾ അപ്പോൾ തന്നെ അവന്റെ കാറിന്റെ ഡിക്കിയിലേക്ക് എടുത്തു വയ്ക്കുന്നത് നിഗൂഢമായ ഒരു ഭാവത്തോടെ വരുൺ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ ജീവൻ അവയിൽ കുടുങ്ങിയതുപോലെ. അവന്റെ ഇത്തരത്തിലൊരു വശം ആരും ഇതുവരെ കണ്ടു കാണില്ല. മറുവശത്ത് വരുണിന്റെ വീട്ടിലെ ഡോർബെൽ മുഴങ്ങിയതും ജോലിക്കാരിൽ ഒരാൾ പോയി ഡോർ തുറന്നു. കീർത്തി ഇതൊന്നും അറിയാതെ അപ്പോഴും ചിന്തകളിലാണ്. കീർത്തി മേഡം ആണോ? ജോലിക്കാരിയെ നോക്കി വൃദ്ധൻ പറഞ്ഞതും അവർ അയാൾക്ക് അകത്തേക്ക് വരാനുള്ള അനുവാദം നൽകി. അയാൾ കീർത്തിക്ക് മുന്നിലായി വന്നു നിന്നു. മാഡം, എന്റെ പേര് സുഗുണ്. മാഡത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ബോസ് പറഞ്ഞിട്ട് വന്നതാ. അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതും കീർത്തി അവിശ്വസനീയതയോടെയും സംശയത്തോടെയും അയാളെ നോക്കി. കാരണം അയാളെ കണ്ടിട്ട് ഒരു ജോലിക്കാരനെ പോലെ തോന്നുന്നുണ്ടായിരുന്നില്ല. ജോലിക്കാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആ വൃദ്ധൻ ആരായിരുന്നു? പോസ്റ്റ്മോർട്ടം ലാബിൽ നിന്നും ബാഗിൽ കളക്ട് ചെയ്തത് എന്താണ്? വരുണിന്റെ രഹസ്യം എന്താണ്?